എന്താണ് അവിടുത്തെ വാർഡ് മെമ്പർ ശ്രീ ജ്യോതിഷ് കുമാർ കൂടിച്ചേർന്നു. ശ്രീ ജ്യോതിഷ് കുമാർ, 16-ന് വൈകിട്ട് ക്രൂരമായ മർദ്ദനം, 3 മണിക്കൂർ തുടർച്ചയായ മർദ്ദനം, ബെൽറ്റും ആയുധങ്ങളും ഉപയോഗിച്ച് വട്ടമിട്ട് ഒരു മനുഷ്യനെ എന്താണ് ഇഞ്ചപ്പരുവത്തിൽ ചതയ്ക്കാവുന്നതിൻ്റെ പരമാവധി മർദ്ദനം, പിന്നെയും മർദ്ദനം, 17-ന് റൂമിൽ പൂട്ടിയിട്ട് നിരീക്ഷിക്കുന്നു. ഇവന് വല്ല പ്രശ്നമുണ്ടോ, സിദ്ധാർത്ഥന് വല്ല പ്രശ്നമുണ്ടോ എന്ന് റൂമിൽ പൂട്ടിയിട്ട് നിരീക്ഷിക്കുന്നു. ഇത് ആ കോളേജിൽ ആരും അറിയുന്നില്ല, ആ കോളേജിലെ അധ്യാപകർ അറിയുന്നില്ല, ആ കോളേജിലെ ഡീൻ അറിയുന്നില്ല, ബന്ധപ്പെട്ട ആരും അറിയുന്നില്ല. അത് അവിശ്വസനീയമാണ് ജ്യോതിഷ് കുമാർ. ആശ്മി പറഞ്ഞതിൻ്റെ അകത്ത് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിയെ 2 ദിവസം ഈ കോളേജിൻ്റെ ക്യാമ്പസിലിട്ട് മർദ്ദിക്കുന്ന വിവരം കോളേജിലെ വാർഡനും ഡീനും എഡ്യൂക്കേഷൻ അധ്യാപകൻ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി അറിഞ്ഞതാണ് എന്ന് അവരുടെ ഇടപെടലിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ, ഈ വിദ്യാർത്ഥി കോളേജിൻ്റെ മറ്റു ഒട്ടേറെ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഈ വാർഡിലെ ജനപ്രതിനിധി നിലക്ക് നേരിൽ കാണാൻ ഇടയായിട്ടുണ്ട്. കോളേജിൽ തന്നെ പൊതുപരിപാടികളിലൊക്കെ ഫോട്ടോഗ്രാഫറായും പല രീതിയിലും ഈ ചെറുപ്പക്കാരനെ കാണാൻ ഇടയായിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ്റെ മരണം അറിഞ്ഞ് കോളേജിലെത്തിയപ്പോൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും 108 ആംബുലൻസിലാണ് ഈ കുട്ടിയുടെ ബോഡിയുമായി ആംബുലൻസ് പോയത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ സിദ്ധാർത്ഥനെ ഞാൻ മനസ്സിലാക്കുന്ന ഡീൻ അടക്കം എത്തിയാണ് സിദ്ധാർത്ഥനെ അവിടെ നിന്ന് അയച്ചിറക്കുന്നത് അല്ലേ എന്ന് വീട്ടിൽ അറിയിച്ചോ? അവരപ്പോൾ വീട്ടിൽ അറിയിച്ചോ ശ്രീ ജ്യോതിഷ് കുമാർ? അതെ, ഞാൻ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തുമ്പോൾ ഡീന് വൈത്തിരി താലൂക്ക് ആശുപത്രിയിലുണ്ട്. ഞാൻ ഡീനോട് ചോദിക്കുകയാണ്, സാർ ഈ മരിച്ച വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് വിവരം അറിയിച്ചോ എന്ന്. അപ്പോൾ ഡീൻ എന്നോട് പറയുന്നത്, ഇതിൻ്റെ മുൻപ് ഇവിടെ വെച്ചൊരു വാഹന അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചിരുന്നു, ആ വിവരം യഥാസമയം അറിയിക്കാത്തത് കൊണ്ടാണ് ആ കുട്ടിയുടെ മാതാവ് ആത്മഹത്യ ചെയ്തത്. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ നേരിട്ട് വിവരം അറിയിച്ചു മെമ്പറെ എന്ന് എൻ്റെ അടുത്ത് ഡീൻ പറയുകയാണ് ചെയ്തത്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതേ കോളേജിലെ ഒരു സീനിയർ വിദ്യാർത്ഥിയാണ് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ വിവരം പറയുന്നതെന്ന് മനസ്സിലാക്കിയത്. അത് മാത്രമല്ല, താലൂക്ക് ആശുപത്രി പരിസരത്ത് വെച്ച് ഡീനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ SFI എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ വിദ്യാർത്ഥി സമൂഹം വലിയൊരു കൂട്ടമായി അവിടെ നിൽക്കുകയും ആ കൂട്ടത്തിലേക്ക് CPMൻ്റെ വൈത്തിരി ഏരിയ സെക്രട്ടറി യൂസഫ് നടന്നു വരികയും ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ അവിടെ നിൽക്കുമ്പോൾ യൂസഫും SFI വിദ്യാർത്ഥികളും തമ്മിൽ എന്തോ ഒന്ന് സംസാരിക്കുകയും വളരെ വേഗത്തിൽ CPMൻ്റെ ഏരിയ സെക്രട്ടറി നടന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. നടന്നു പോകുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്താ യൂസഫെ നടന്നു പോകുന്നു പറയുമ്പോൾ ഒന്നുമില്ല, പിന്നെ കാണാമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് യൂസഫ് എന്ന് പറയുന്ന CPMൻ്റെ ഏരിയ സെക്രട്ടറിയോട് അവിടെ കൂടിയിരുന്ന വിദ്യാർത്ഥികൾ അവർ ചെയ്ത ക്രൂരതയെപ്പറ്റി വിവരിച്ചുണ്ടാകുമെന്ന നിലക്കാണ്. പൊതുപ്രവർത്തക നിലക്ക് ആ വിവരം അറിഞ്ഞിട്ട് പോലും പുറത്ത് പറയാതിരുന്നതും ഡീൻ പറയാതിരുന്നതും അവിടുത്തെ വാർഡൻ പറയാതിരുന്നതും അവിടുത്തെ എഡ്യൂക്കേഷൻ അധ്യാപകൻ പറയാതിരിക്കുന്നതിൻ്റെ പിന്നിൽ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയെ SFIയെ പരിപൂർണമായും സഹായിക്കുക എന്ന് പറയുന്ന നിലപാടാണ്. ശ്രീ ജ്യോതിഷ് കുമാർ, ഇവിടെ 16-ാം തീയതി 17-ാം തീയതി പീഡനം ഉണ്ടാകുന്നു, 18-ാം തീയതി സംഭവം ഉണ്ടാകുന്നു, 19-ാം തീയതി നിങ്ങളടക്കമുള്ളവരെങ്കിലും അറിയുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ 29-ാം തീയതിയാണ്. ഇതിലെ പ്രധാന പ്രതി അഖിൽ എന്ന് പറയുന്നവൻ പിടിയിലായിരുന്നു 29-ാം തീയതി, 10 ദിവസം കഴിയുമ്പോൾ. അപ്പോഴും 11 പ്രധാന പ്രതികൾ ഇപ്പോഴും പുറത്തു നിൽക്കലാണ്. കേസ് ഒതുക്കി തീർക്കാൻ ഗൂഢാലോചനയുണ്ടപ്പോ ജ്യോതിഷ് കുമാർ? യെസ് ആശ്മി, അതിൽ മറ്റൊരു പ്രത്യേകത, ഈ ശവശരീരം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ അവിടെയുള്ള അധ്യാപകനും ഡീൻ ഉൾപ്പെടെ പറയുന്നത് ഒരിക്കലും കേരള സമൂഹത്തിന് യോജിച്ച രീതിയല്ല. ഒരു 20 വയസ്സ് പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടെ ശവശരീരം മോർച്ചറിയിൽ കിടക്കുമ്പോൾ പറയുന്നത് പ്രേമ നൈരാശ്യവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർത്ത് ഈ കുട്ടിയോട് മനുഷ്യനോടുണ്ടാകുന്ന ചെറിയ വെറുപ്പ് ബോധപൂർവം ഉണ്ടാകാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യുക തന്നെയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി 1, 2, 3 ദിവസങ്ങളോളം ഇത് പ്രേമ നൈരാശ്യമാണോ മറ്റു വിഷയങ്ങളാണോ എന്ന് നാട്ടുകാരെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ അങ്ങനെയൊക്കെ പ്രിയദർശൻ തമ്പി,
അപ്പോൾ കള്ളക്കഥ പ്ലാന്റിംഗ് നേരത്തെ തുടങ്ങി എന്ന് പറഞ്ഞാൽ അടിച്ച് മർദ്ദിച്ച് എന്തെങ്കിലും സംഭവിക്കും എന്നറിഞ്ഞപ്പോൾ തന്നെ കള്ളക്കഥ പ്ലാന്റിംഗ് തുടങ്ങി. അത് നമുക്കറിയാം, അത് പെണ്ണുകേസായിരിക്കും എന്തെങ്കിലും. ആ പെണ്ണുകേസിലുള്ള എന്താണ് കിംവദന്തികൾ കരക്കമ്പി പോലും ഇപ്പോഴും പറഞ്ഞു പരത്തുന്നുണ്ട്. അത് പോട്ടെ, അത്ഭുതമല്ല കാര്യത്തിൽ. ശ്രീ പ്രിയദർശൻ തമ്പി ഇവിടെ